ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് 11ാമത്തെ പാഠമാണ്. 11ാമത്തെ പാഠത്തിൻ്റെ തലവാചകം രൂത്തും എസ്തർ. ഈ പാഠപഠനത്തിന് മുമ്പായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതവാസം ചെയ്യുന്ന അതിപരിശുദ്ധനായുള്ളവയെ അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷം ഞങ്ങൾക്ക് പാഠം പഠിക്കാൻ ഒരുക്കിയിരിക്കുന്ന നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട പാഠത്തിനായി നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളിത് പരിശുദ്ധാത്മാ നിറവിൽ പഠിക്കേണ്ടതിനും ഇതനുസരിച്ച് ദൈവമേ ഞങ്ങൾ ഈ രൂത്തിൻ്റെയും എസ്തറിൻ്റെയും കഥയിലൂടെ അന്ത്യകാലത്തെ പ്രതിസന്ധികളെങ്ങും നേരിടുന്നു പഠിക്കുമ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മ ആശിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമേൻ. രൂത്തും എസ്തറും എന്ന പാഠത്തിലെ മനപ്പാഠവാക്യത്തിലേക്ക് പോകാം. എസ്തറിൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യമാണ് നമ്മുടെ മനപ്പാഠവാക്യം. എസ്തർ രാണി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തറിൻ്റെ നേരെ നീട്ടി. എസ്തർ അടുത്ത് ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. ഇതാണ് നമ്മുടെ മനപ്പാഠവാക്യം. ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് അന്ത്യകാല സംഭവങ്ങളെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന രൂത്തിൻ്റെയും എസ്തറിൻ്റെയും ജീവചരിത്രമാണ്. ഈ രണ്ടുപേരുടെയും ജീവചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ഇതെങ്ങനെയാണ് അന്ത്യകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഈ ആഴ്ച നമ്മൾ നോക്കിപ്പോകുന്നതാണ്. രൂത്ത് ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടും അമ്മായിയമ്മയെയും അമ്മായിയമ്മയുടെ ദൈവത്തെയും അതുപോലെ അമ്മായിയമ്മ താമസിച്ച അവരുടെ സ്വന്തം നാടിനെയൊക്കെ തിരഞ്ഞെടുക്കാൻ തയ്യാറായ ഒരു സ്ത്രീയാണ് രൂത്ത്. ഇവിടെ ആ ഒരു തീരുമാനം, ആ ഒരു തിരഞ്ഞെടുപ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ എണ്ണമറ്റ തലമുറകളുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു പ്രചോദിത ചരിത്രമായി മാറിയതായിട്ട് എഴുത്തുകാരൻ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ രൂത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, അതായത് അമ്മായിയമ്മയുടെ ദൈവത്തെ തിരഞ്ഞെടുത്ത ആ ഒരു തിരഞ്ഞെടുപ്പ് ശരിക്കും എന്ത് ചെയ്ത് ദൈവത്തെ മാനിച്ച രൂത്തിനെ ദൈവവും മാനിച്ചതായിട്ടും അവൾ ഒത്തിരി അനുഗ്രഹിച്ചതായിട്ടും അവളുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ അന്ത്യകാലത്തെ ജനത്തിൻ്റെ തിരഞ്ഞെടുപ്പും രക്ഷയിലേക്കോ ശിക്ഷയിലേക്കോ നയിക്കുന്നതാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ അടുത്ത എസ്തറിനേക്ക് നോക്കുകയാണെങ്കിൽ അവളുടെ ജനത്തെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചന അറിഞ്ഞ് അവൾ എന്ത് ചെയ്യുകയാണ്, ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മോർദെഖായിലൂടെ അവൾക്ക് അറിവ് നൽകിയപ്പോൾ എന്ത് ചെയ്തു, അവൾ 3 രാവും പകലും എല്ലാവരെയും ഉപവസിക്കാൻ ആവശ്യപ്പെടുകയും എസ്തറും എസ്തറിൻ്റെ തോഴിമാരും അതുപോലെ ഉപവസിക്കുകയും അതിനുശേഷം എവിടെ എത്തപ്പെട്ടു, രാജാവിൻ്റെ മുമ്പിൽ വരികയുണ്ടായി. ക്രമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുത്ത് വന്നപ്പോൾ രാജാവ് എന്ത് ചെയ്തു, നമ്മുടെ മനപ്പാഠ വാക്യത്തിൽ പറഞ്ഞ പോലെ എസ്തർ രാണി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി. ഇവരുടെ പ്രാർത്ഥന കേട്ട ദൈവം എന്ത് ചെയ്തു, രാജാവിൻ്റെ മനസ്സിലൂടെ അങ്ങനെ കൃപ തോന്നിക്കുകയും തൻ്റെ കയ്യിലിരുന്ന പൊൻ ചെങ്കോൽ രാജാവ് എസ്തറിൻ്റെ നേരെ നീട്ടി. എസ്തർ അടുത്ത് ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. അതിനുശേഷം എസ്തർ ആവശ്യപ്പെട്ടതെല്ലാം രാജാവ് നടത്തി കൊടുത്തതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ തൻ്റെ ജനത്തെ രക്ഷിക്കാൻ എസ്തറിലൂടെ ആര് തയ്യാറായി, മോർദെഖായിലൂടെ അറിയിച്ച ഈ കാര്യം എസ്തറിലൂടെ ജനത്തെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞതായിട്ടും നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്താണ്, ഇവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്കെന്ത് പാഠം പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. അപ്പത്തിൻ്റെ ഭവനത്തിൽ ക്ഷാമം. അപ്പത്തിൻ്റെ ഭവനത്തിൽ ക്ഷാമം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വിമർശകർ മിക്കപ്പോഴും പറയാറുള്ളത് ദൈവം നിലനിൽക്കുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് വേദനാജനകമായ ഒരു കാര്യം നടക്കുമ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കാൻ ശക്തനല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. നമ്മൾ വ്രണപ്പെടുമ്പോൾ ദൈവം അത്തരം കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്നാൽ നമ്മൾ ബൈബിൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയൊന്നുമല്ല നടക്കുന്നതെന്നും ദൈവം എന്താണ്, ദൈവത്തോട് നിലവിളിക്കുന്ന എല്ലാവരെയും രക്ഷിക്കാൻ സദാ സന്നദ്ധനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് എലീമേലെക്ക് എന്ന വ്യക്തി തൻ്റെ ഭാര്യ നവോമിയും മക്കളായ
മഹലിയോനും കില്യോനുമായി അപ്പത്തിൻ്റെ ഭവനമായ ബെത്ലഹേമിൽ ക്ഷാമമായതുകൊണ്ട് അവിടെ നിന്ന് മോവാബ് ദേശത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മോവാബ് ദേശത്ത് പോയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നവമിയുടെ ജീവിതത്തിൻ്റെ കറുത്ത അധ്യായങ്ങൾ, ഇരുണ്ട അധ്യായങ്ങൾ തുറക്കപ്പെട്ടതായിട്ട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. മഹ്ലോൻ അവിടെ ചെന്ന് രൂത്ത് എന്ന് പറയുന്നൊരു മോവാബി സ്ത്രീ വിവാഹം കഴിച്ചു. കില്യോൻ ഓർപ്പ എന്ന് പറയുന്ന ഒരു മോവാബി സ്ത്രീയും വിവാഹം കഴിച്ചു. 10 വർഷം അവർ ആ ദേശത്ത്, മോവാബി ദേശത്ത് താമസിക്കുകയുണ്ടായി. അവിടെ വെച്ച് നവമിയുടെ ഹസ്ബൻഡായ ആര് മരിച്ചു? എലീമേലേക്ക് മരിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മഹ്ലിയോനും കില്യോനും മരിച്ചു. അങ്ങനെ ശരിക്കും ആരായിത്തീർന്നു? നവമി വിധവയായി, അതുപോലെ അനാഥയുമായി തീർന്നു. പിന്നെ ആരെ മാത്രമേ ഉള്ളൂ? 2 മരുമക്കൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ബെത്ലഹേമിൽ ദൈവം വഴി നടത്തിയതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും അവർക്കിപ്പോൾ ക്ഷാമമൊന്നും ഇല്ലാതിരിക്കുന്നതിനെക്കുറിച്ച് ആരറിഞ്ഞു? നവമി അറിഞ്ഞു. അങ്ങനെ നവമി തിരിച്ച് ബെത്ലഹേമിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനത്തിൽ നവമി 2 മരുമക്കളെയും വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വഭവനത്തിലേക്ക് പോയി വിവാഹം കഴിഞ്ഞ് ജീവിച്ചോളാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ കില്യോൻ്റെ ഭാര്യയായ ഓർപ്പ ദുഃഖത്തോടെ ആണെങ്കിലും നവമിയെ ചുംബിച്ചുകൊണ്ട് തിരികെ പോകുന്നുണ്ട്. എന്നാൽ രൂത്ത് നവമിയുടെ താമസിക്കുന്ന തിരഞ്ഞെടുക്കേണ്ടതിനും ഞാൻ നിൻ്റെ കൂടെ വരുന്നെന്ന് ആവശ്യപ്പെടുകയും നിൻ്റെ ജനം എൻ്റെ ജനമായിരിക്കുമെന്നും നിൻ്റെ ദൈവം എൻ്റെ ദൈവമായിരിക്കുമെന്നും മരിക്കുന്നത് വരെ നവമിയെ സംരക്ഷിക്കാമെന്നും ആര് പറയുന്നുണ്ട്? രൂത്ത് പറയുന്നുണ്ട്. അതാദ്യം നവമി നിഷേധിക്കുന്നുവെങ്കിലും രൂത്തും അതിന് തയ്യാറാകുന്നില്ല. നവമിയോട് വരുന്നതിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? അവസാനം രൂത്തും നവമിയും 2 സ്ത്രീകൾ മാത്രം എങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു? ബെത്ലഹേമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതാണ് നമ്മൾ ശരിക്കും ഈ ഭാഗത്ത് കാണുന്നത്. അങ്ങനെ ബെത്ലഹേമിലെ ക്ഷാമം കാരണമാണ് ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ബെത്ലഹേമിൽ നേരിട്ടപ്പോൾ അവർ മോവാബ് എന്ന രാജ്യത്തിലേക്ക്, അതായത് ജാതികളുടെ രാജ്യത്തിലേക്ക് പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പോവുക മാത്രമല്ല, 2 മക്കളും ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുകയും അങ്ങനെ അവിടെ താമസിച്ചതായിട്ടും ഞങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്നത് കാരണം ദൈവത്തെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പാതയെ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ജീവിതത്തിൻ്റെ കുറച്ചുകൂടി സൗകര്യങ്ങൾ കിട്ടുന്നതായ ലോകത്തിലേക്ക് പോകുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാവുന്നതാണ്. ശരിക്കും അവിടെ പിന്നീടുള്ള ജീവിതത്തെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെയാണ് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് അവരപ്പോൾ തിരിച്ചറിയുന്നില്ലെങ്കിലും പിന്നീട് അവരൊരു പ്രശ്നത്തിലൂടെ തന്നെ തീർച്ചയായിട്ടും കടന്നു പോകും. അങ്ങനെ ധാരാളം പേരെന്താണ് ദൈവത്തെ ഉപേക്ഷിച്ച് തൽക്കാല സുഖത്തിന് വേണ്ടി, തൽക്കാല സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ലോകത്തിലേക്ക് പോവുകയും അവസാനം എന്ത് ചെയ്തു? അതൊരു വലിയ ട്രാജഡിയായിട്ട് മാറുന്നതായിട്ടും അവിടെ തലമുറകൾ തന്നെ ദൈവത്തിലേക്ക് വരാതെ നഷ്ടപ്പെട്ടു പോകുന്ന അനേകം പേരെ, അനേകം ദൈവജനങ്ങളെ നമുക്ക് ശരിക്കും കാണാൻ കഴിയാവുന്നതാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? നവമിക്ക് എല്ലാം നഷ്ടമായി. പക്ഷെ നമുക്കറിയാം നീതിമാനായ ദൈവം, വിശ്വസ്തനായ ദൈവം, കൃപാലുവായ ദൈവം, സ്നേഹവാനായ ദൈവം നവമിയെ കൈവിടാതെ കാത്തുകൊള്ളുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രൂത്ത് നവമിയോടൊപ്പം വരാൻ തീരുമാനിക്കുകയും രൂത്ത് നവമിയുടെ ദൈവത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ രൂത്ത് തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നവമിക്കും വയസ്സാം കാലത്ത് അനുഗ്രഹമായി തീർന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ 2 പേരുടെയും കഷ്ടത വളരെ കാലം നീണ്ടു നിന്നില്ല എന്നും അവിടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ലോകത്തിലേക്ക് പോയി സമാധാനം നഷ്ടപ്പെട്ട് തിരിച്ച് ദൈവത്തിലേക്ക് വന്നപ്പോൾ മാത്രം സമാധാനം കിട്ടിയ ദൈവജനത്തെയും നമുക്ക് ഇന്നും കാണാൻ കഴിയാവുന്നതാണ്. ശരിക്കും നമ്മൾ ഈ രൂത്തിൻ്റെയും നവമിയുടെയും ഈ കഥയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് അപ്പത്തിൻ്റെ ഭവനത്തിൽ ക്ഷാമം വന്നാലും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ലോകത്തിലേക്ക് പോകാതിരിക്കണം എന്ന് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോഴെന്താണ്, ചെറിയ പ്രയാസങ്ങളെയൊക്കെ നമ്മുടെ കംഫോർട്ട് സോണൊക്കെ ജസ്റ്റ് പോയാലും ചെറിയ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നാലും ദൈവത്തിലൊരു പ്രത്യാശയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടതാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ രൂത്തിനെ ദൈവം അനുഗ്രഹിക്കുകയും രൂത്തിലൂടെ വയസ്സാങ്കാലം ശരിക്കും സമാധാനത്തോടെ കഴിയാൻ നവമി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ വാതിലും നമ്മൾ രൂത്തിൻ്റെയും നവമിയുടെയും ജീവിതത്തിൽ കാണുന്നുണ്ട്.
നമുക്ക് തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം രൂത്തും ബോവാസും. രൂത്തിൻ്റെ ജീവചരിത്രത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഭാഗമാണ് രൂത്ത് 2-ാം അധ്യായം 5 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്നത്. ഇവിടെ അവൾക്കും അവളുടെ അമ്മായി അമ്മയ്ക്കും വേണ്ടി, അതായത് മോവാബ് ദേശത്ത് നിന്ന് ബെത്ലഹേമിലേക്ക് എത്തപ്പെട്ടതിന് ശേഷം ശരിക്കും എന്താണ്, രൂത്തിന് ബെത്ലഹേമൊന്നും പരിചയമില്ല. എന്നിട്ട് അവൾക്കും അവളുടെ അമ്മായി അമ്മയ്ക്കും ആഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, വയലിൽ കതിർ പെറുക്കാൻ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നവമിയോട് ആവശ്യപ്പെടുമ്പോൾ നവമി അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഭാഗ്യവശാൽ രൂത്ത് എത്തപ്പെട്ടത് ബോവാസിൻ്റെ വയലിലായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ടേ അവൾ കതിർ പറക്കാൻ തുടങ്ങി, കറ്റ കെട്ടുന്നവരുടെ പിന്നാലെ നടന്ന് കതിർ പറക്കാൻ തുടങ്ങി. അങ്ങനെ ബോവാസ് അവിടെ എത്തുന്നുണ്ട്. ബോവാസ് എത്തിയതിന് ശേഷം വാലിക്കാരോട് ചോദിക്കുന്നുണ്ട്, അതേത് സ്ത്രീയാണെന്ന് ചോദിക്കുമ്പോൾ രാവിലെ തൊട്ടേ ഇത്ര നേരം നിന്ന് പറക്കുകയാണെന്നും മോവാബ് സ്ത്രീയാണെന്നും നവമിയുടെ മരുമകളാണെന്നും അവരറിയിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ ബോവാസ് രൂത്തിനെ കുറിച്ച് കേട്ടിരുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം അമ്മാവിയമ്മയെ സന്തോഷത്തോടെ സംരക്ഷിക്കുകയും അമ്മായിയമ്മയുടെ ദൈവത്തെയൊക്കെ സ്വീകരിച്ച രൂത്തിനെ കുറിച്ച് ബോവാസ് കേട്ടിരുന്നുവെങ്കിലും ആ വയലിൽ വെച്ചാണ് ആദ്യമായിട്ട് രൂത്തിനെ കാണുന്നത്. ബോവാസ് അതുകൊണ്ട് തന്നെ അവളോട് വളരെ മനസ്സലിവോടെ പെരുമാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബോവാസ് നല്ലൊരു ഉദാര മനസ്കനായ കൃപയും ദൈവമുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ബോവാസ് രൂത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. രൂത്തിനോട് പറയുന്നുണ്ട്, നീ ഇന്ന് വൈകുന്നേരം വരെയും ഇവിടെ തന്നെ കതിർ പറക്കിക്കൊള്ളാൻ ആവശ്യപ്പെടുന്നുണ്ട്. പോരാഞ്ഞിട്ട് എന്താണ്, തൻ്റെ വാലിക്കോരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് വെള്ളം വാലിക്കാർ കോരി വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ വാലിക്കാരോടും പറഞ്ഞിട്ടുണ്ട്, അവളെ ഉപദ്രവിക്കുകയോ ശകാരിക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് പെറുക്കുന്നതിന് വേണ്ടി കൂടുതൽ കതിർ കിട്ടുന്നതിന് വേണ്ടി കറ്റയിൽ നിന്ന് കുറച്ച് പൊഴിച്ചിട്ടിട്ട് പോകണമെന്നും വാലിക്കാരോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന രൂത്തിന് ശരിക്കും ഒരു സമാധാനം അനുഭവപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ രൂത്തും ബോസിനോട് പറഞ്ഞു, എന്നെ ഒട്ടും അറിയാതിരുന്നിട്ടും ഞാൻ വേറെ മോവാബ് ദേശത്തിലൊരു സ്ത്രീ ആയിരുന്നിട്ടും ഇത്രയും നല്ലതായിട്ട് അവളോട് സംസാരിച്ചതിനും ഇടപെട്ടതിനും യഥാർത്ഥത്തിൽ രൂത്ത് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു ജീവചരിത്രം, ഈ ഒരു സംഭവ ഭാഗം രൂത്തിൻ്റെ അവിടെ നടന്ന ബോവാസ് രൂത്തിനെ പരിഗണിച്ച ആ രീതി ശരിക്കും രൂത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. രൂത്തിൻ്റെ ജീവിതം തന്നെ ഇതോടുകൂടി ഒന്ന് മാറ്റപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ രൂത്ത് ആരെ തിരഞ്ഞെടുത്തിരുന്നു? നവമി മാത്രമല്ല, നവമിയുടെ ദേശത്തെയും നവമിയെ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെയും തിരഞ്ഞെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പിനെ ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1 സമൂയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുന്നതാണ്. അങ്ങനെ രൂത്ത് ദൈവത്തെ മാനിച്ചപ്പോൾ, അതുപോലെ രൂത്ത് അമ്മായിയമ്മയോട് പുലർത്തിയിരുന്ന ആ മനോഭാവവും ചെയ്തു, ദൈവം മാനിച്ചതായിട്ടും പിൽക്കാലത്ത് അവളെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചതായിട്ടും കാണുന്നുണ്ട്. അന്ന് അവൾ തിരികെ പോയതിന് ശേഷം നവമി ചോദിക്കുന്നുണ്ട്, ഏത് വയലിലാണ് പോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബോവാസ് എന്നൊരു വ്യക്തിയുടെ വയലാണെന്നും ആ വ്യക്തി നന്നായിട്ട് പെരുമാറിയതിനെ കുറിച്ചുമൊക്കെ രൂത്ത് അറിയിക്കുന്നുണ്ട്. അങ്ങനെ രൂത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശരിക്കും നവമി രൂത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് വീണ്ടെടുപ്പുകാരനായ ചാർച്ചക്കാരനാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും കുടിയിറക്കപ്പെട്ട വ്യക്തികൾക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ വസ്തുവോ കടവോ ഒക്കെ തിരിച്ച് വാങ്ങിക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിവില്ലെങ്കിൽ ഇസ്രായേൽ ഒരു നിയമം ഉണ്ടായിരുന്നു. അതായത് അടുത്ത ചാർച്ചക്കാർക്ക് അത് വീണ്ടെടുത്ത് കൊടുക്കാം എന്നൊരു നിയമവും ഇസ്രായേലിൽ നിലനിന്നിരുന്നു. ശരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ബോവാസ് ചാർച്ചക്കാരനായിരുന്നു. അതുപോലെ തന്നെ ബോവാസിന് വീണ്ടെടുക്കാനുള്ള സമ്പാദ്യവും അല്ലെങ്കിൽ അതിനുള്ള അത്രയും ധനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നവമിക്ക് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയത്. നവമി പിന്നെ രൂത്തിനോട് പറയുന്നുണ്ട്, നീ വേറെ ആരുടെയും വയലിൽ പോകണ്ട, ആ വയലിൽ തന്നെ നാളെ തൊട്ട് പോയാൽ മതി എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ബോവാസ് അത്രയും നല്ലൊരു മനസ്സുള്ള വ്യക്തി ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നതായിട്ട് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. നവമിയുടെ സാധനങ്ങളെയും അല്ലെങ്കിൽ വയലിനെയും വീണ്ടെടുത്ത് കൊടുക്കുന്നതായിട്ടും രൂത്തിൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നതായിട്ടും അങ്ങനെ അവരുടെ ജീവിതം മാറ്റപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ ഭാഗത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ചാർച്ചക്കാരനാണ്.
എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ചാർച്ചക്കാരനായി മാറിയത്? ശരിക്കും ദൈവമെന്ന യേശു മനുഷ്യരൂപം സ്വീകരിച്ച് മനുഷ്യനായി വന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഒരുവനെ പോലെ മനുഷ്യനായപ്പോഴത്തേക്ക് യേശു എന്ത് ചെയ്തു? നമ്മുടെ ചാർച്ചക്കാരനായി മാറിയതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ എപ്പോഴാണ് ദൈവം വീണ്ടെടുപ്പുകാരനായി മാറിയത്? നമ്മുടെ ചാർച്ചക്കാരനായ യേശു എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി കുരിശിൽ മരിച്ച് രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ട് മാറിയെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ബോവാസ് വീണ്ടെടുപ്പുകാരനാണെന്നും ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനാണെന്നും രൂത്തിനോട് ഉദാര മനസ്കതയോടെ പെരുമാറിയെന്ന് പറഞ്ഞപ്പോൾ നവമി വളരെയധികം സന്തോഷവതിയായി. ഇപ്പോൾ നമുക്കും വളരെയധികം സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട്. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ചാർച്ചക്കാരനുമാണ്. കർത്താവായ യേശു ക്രിസ്തു ദൈവം മാത്രമല്ല, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനാണ്. നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നു എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണെന്ന് നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോവാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ബോവാസ് വീണ്ടെടുപ്പുകാരനായത്. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ രൂത്തുമായ അഗാധ പ്രണയത്തിലായ ബോവാസ് രൂത്തിനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ രൂത്തിന് മുമ്പ് ബോവാസിനെക്കാട്ടിയും അടുത്തൊരു ചാർച്ചക്കാരൻ ഉള്ളതിനാൽ ബോവാസ് അവന് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ബോവാസ് പട്ടണവാതിൽക്ക് വന്നിരുന്നു. ആ സമയത്ത് ആ വ്യക്തിയും ആ ചാർച്ചക്കാരനായ അടുത്ത വീണ്ടെടുപ്പുകാരനും അതുവഴി വന്നു. അദ്ദേഹത്തോട് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. ബോവാസ് പോയിട്ട് പട്ടണത്തിലെ 10 മൂപ്പന്മാരെ അവിടെ കൊണ്ടുവരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവിടെ ഒരു തീർപ്പ് ഉണ്ടാക്കുകയാണ്. ബോവാസ് ആ ചാർച്ചക്കാരനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇങ്ങനെ നമ്മുടെ സഹോദരനായ എലിമേലേക്കിൻ്റെ വയൽ വിൽക്കാൻ പോകുന്നുണ്ട്. നീയാണ് അടുത്ത ചാർച്ചക്കാരൻ, എനിക്കുള്ള ചാർച്ചക്കാരൻ. അതുകൊണ്ട് നിനക്കത് വീണ്ടെടുത്ത് കൊള്ളാം. പക്ഷെ നീ വീണ്ടെടുത്ത് കൊള്ളുമ്പോൾ മഹ്ലോൻ്റെ ഭാര്യയായ മോവാബി സ്ത്രീയായ രൂത്തിനെയും ഭാര്യയായി വാങ്ങിക്കേണ്ടതുണ്ട് എന്നാവശ്യപ്പെടുന്നുണ്ട്. വയൽ വീണ്ടെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നുവെങ്കിലും രൂത്തിനെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ കൈമാറ്റ വ്യവസ്ഥ അനുസരിച്ച് അവിടെ നിലനിന്നിരുന്ന കൈമാറ്റ വ്യവസ്ഥ അനുസരിച്ച് കാലിൽ ചെരിപ്പൂരി ബോവാസിന് നൽകിക്കൊണ്ട്, അതാണ് അവിടെ ഉടമ്പടി സംബന്ധിച്ചുള്ള വ്യവസ്ഥ. ബോവാസിന് നൽകിക്കൊണ്ട് എനിക്ക് പകരം നീ അത് വീണ്ടെടുത്തു കൊള്ളാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ വയലിനെ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ രൂത്തിനെയും ഭാര്യയായി സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം രൂത്തിനും ബോവാസിനും ഒരു മകൻ ജനിക്കുന്നുണ്ട്. ആ മകൻ്റെ പേരാണ് ഒബേദ്. ആരാണ് ഒബേദ് എന്ന് ചോദിച്ചാൽ ദാവീദിൻ്റെ അപ്പനായ ഇശായിയുടെ അപ്പനാണ് ബോവാസിനും രൂത്തിനും ജനിച്ച ഒബേദ് നമ്മൾ കാണുന്നത്. അങ്ങനെ രൂത്ത് ദൈവത്തെ തിരഞ്ഞെടുത്തതോടുകൂടി രൂത്തിനെ ദൈവം, ആ മോവാബി സ്ത്രീയായ രൂത്തിനെ ദൈവം വളരെ അനുഗ്രഹിച്ചതായിട്ട് നമ്മൾ ആ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ചരിത്രത്തിലേക്ക്, അതായത് രൂത്തിന് 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ ബോവാസിന് മുമ്പായി അവകാശവാദം ഉന്നയിക്കാൻ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോവാസ് ആ ചാർച്ചക്കാരനെ പരിഗണിച്ചതായിട്ടും അവിടെ ഒരു ന്യായവിധി രംഗവും പട്ടണവാതിക്കൽ ഒരു ന്യായവിധി രംഗവും ഒക്കെ നമ്മൾ ശരിക്കും അവിടെ കാണുന്നുണ്ട്. ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ വൻ പോരാട്ടത്തിലെ ഒരു വിവാദ വിഷയം കൂടെയാണെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അതായത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമ്മുടെ ചാർച്ചക്കാരനാണ്, വീണ്ടെടുപ്പുകാരനായിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന വേറൊരു വ്യക്തിയുണ്ട്. അതാരാണ്? സാത്താൻ. യോബിന് വേണ്ടി അവൻ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നീ അവനുള്ള അനുഗ്രഹങ്ങളെല്ലാം എടുത്തു മാറ്റിയാൽ ഞാൻ കാണിച്ചു തരാം, അവൻ ആരെയാണ് സ്വീകരിക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ശരിക്കും ആ പരീക്ഷണത്തിൽ യോബ് വിജയിച്ചതായിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ലൂക്കോസിൻ്റെ പുസ്തകം 22-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ശീമോൻ പത്രോസിനെ കോതമ്പ് പോലെ പാറ്റി കളയേണ്ടതിന് ശരിക്കും സാത്താൻ ചോദിക്കുന്നുണ്ട്. യേശു അനുവദിക്കുന്നില്ല നമ്മൾ കാണുന്നുണ്ട്. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ മോശയുടെ ശരീരത്തിന്മേൽ സാത്താൻ അവകാശവാദം ഉന്നയിക്കുന്നതായിട്ട്, ഒരു ദൂഷണവിധി പോലും ഉച്ചരിക്കാൻ തുനിയാതെ മീഖായേൽ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ മാത്രം എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കും, ഇതുപോലെ സാത്താൻ നമുക്ക് വേണ്ടിയും
അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തു ഉള്ളപ്പോഴും ഭൂമിയിൽ എന്താണ് ഒരു വ്യക്തി നമുക്ക് വേണ്ടി എപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണ്, നമുക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന വേറൊരു വ്യക്തിയും ഭൂമിയിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനായിരിക്കും. അപ്പോൾ എന്താണ്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ തീരുമാനങ്ങളും സാത്താന് അനുകൂലമല്ലാതിരിക്കേണ്ടതിന്, നമ്മുടെ പ്രവൃത്തികളാവട്ടെ തീരുമാനങ്ങളാവട്ടെ എല്ലാം സാത്താൻ അനുകൂലമല്ലാതിരിക്കേണ്ടതിന് നമ്മൾ ശ്രദ്ധാപൂർവമായിരിക്കണം. ഇല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? സാത്താനും അവകാശവാദം ഉന്നയിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ യഥാർത്ഥ വീണ്ടെടുപ്പുകാരനായ യേശുവിന് നമ്മൾ വീണ്ടെടുക്കാൻ കഴിയാതെ പോകുന്നതാണ്. നമ്മൾ പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ന്യായവിധി രംഗം കൂടെ കാണുന്നുണ്ട്. അതായത് പട്ടണവാതിൽക്കൽ വെച്ചാണ് ആ ചാർച്ചക്കാരനെ ബോവാസ് അവിടെ ഇരുത്തുകയും പട്ടണത്തിൽ ഇപ്പോൾ 10 മൂപ്പന്മാരെ കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ന്യായവിധി രംഗം അവിടെ കാണുന്നു. ആ ന്യായവിധി രംഗത്തിലാണ് യഥാർത്ഥത്തിൽ ആ ചാർച്ചക്കാരനായ വ്യക്തിക്ക് ആ വയൽ വീണ്ടെടുക്കാൻ കഴിയുമെങ്കിലും ഭാര്യയെ സ്വീകരിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ബോവാസ് വീണ്ടെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്താണ്, ഒരു ന്യായവിധി രംഗം ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഈ ന്യായവിധി രംഗത്ത് നിൽക്കുമ്പോൾ, ഈ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ ആര് നമുക്ക് വേണ്ടി വാദിക്കാനുണ്ട്? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വാദിക്കാനുണ്ട്. പക്ഷേ ഒരു വ്യക്തി കൂടെയുണ്ട്, നമ്മുടെ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ ആരും അവിടെ കാണും? സാത്താനും അവിടെ കാണും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചത് കൊണ്ട് തന്നെ എന്താണ്, നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുകയാണെങ്കിൽ, അവൻ സ്നേഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സാത്താന് നമ്മുടെ മേൽ അവകാശവാദം ഉന്നയിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ന്യായവിധി രംഗത്തിൽ നമ്മളെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ഈ ഒരു കഥ രൂത്തിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടതാണ്. നമുക്കും സന്തോഷിക്കാം, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനായതുകൊണ്ട്. ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഹാമാനും സാത്താനും. എസ്തറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, അനന്തരം അഹശ്വേരോസ് രാജാവ് ആഗാഗ്യനായ ഹമദായുടെ മകൻ ഹാമാനും കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവൻ്റെ ഇരിപ്പിടം തന്നോടൊപ്പം ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. രാജാവിൻ്റെ വാതിൽക്കലുള്ള രാജഭൃത്തന്മാരെല്ലാം ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗം ഹാമാനും സാത്താനും എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ തലവാചകം. അതുപോലെ തന്നെ ഇവിടെ ലൂസിഫറിന് മറ്റെല്ലാ ദൂതന്മാരെക്കാളും ഉന്നത സ്ഥാനം ലഭിച്ചതുപോലെ അഹശ്വേരോസ് രാജാവ് എന്ത് ചെയ്തു? മറ്റെല്ലാ രാജഭൃത്യന്മാരെക്കാളും ഉന്നതമായിട്ടൊരു സ്ഥാനം ഹാമാന് നൽകിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്താണ്, ഹാമാൻ അത് ദുരുപയോഗം ചെയ്തു അല്ലേ. ലൂസിഫറും എന്താണ് ചെയ്തത്? അത് ദുരുപയോഗം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നോക്കുമ്പോൾ നമുക്കറിയാം, സകലവിധ രത്നങ്ങളോടും കൂടെ വളരെ മനോഹര രൂപിണിയായിട്ടാണ് ആരെ സൃഷ്ടിച്ചത്? ശരിക്കും ലൂസിഫറിനെ സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 18 വരെ വായിക്കും നമുക്ക് കാണുന്നുണ്ട്. അവൻ്റെ അഹങ്കാരത്താലുള്ള പതനവും എന്താണ് അവിടെ കാണുന്നുണ്ട്. ശരിക്കും ഹാമാന് ലൂസിഫറിൻ്റെതായ ചില സമാനതകൾ കാണുന്നുണ്ട്. എല്ലാവരെ കാട്ടി മേലായൊരു സ്ഥാനം രാജാവ് എന്ത് ചെയ്തിരുന്നു? ഹാമാൻ നൽകിയിരുന്നു. എല്ലാവരും എന്താണ് ഹാമാൻ പറയുന്ന അനുസരിക്കുകയും ഹാമാനെ കുമ്പിടുന്നതായിട്ടും നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഹാമാന് തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നറിയാം. കാരണം എന്താണ്? മൊർദെഖായി അവനെ നമസ്കരിക്കാതിരുന്നത് എന്താണ്? ഇത്രയും എല്ലാവരുടെയും അംഗീകാരം ലഭിച്ചിട്ടും മൊർദെഖായി എന്ന ഒരു വ്യക്തിയുടെ അംഗീകാരം ലഭിക്കാത്തത് കൊണ്ട് ഹാമാൻ എന്താണ്, മറ്റുള്ളവരുടെ അംഗീകാരം ഒരു സന്തോഷമായി തോന്നിയിരുന്നില്ല എന്ന് നമ്മൾ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ശരിക്കും ഹാമാൻ്റെ അധികാരം ഉപയോഗിച്ച് അവ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവജനത്തെ മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കാത്ത ലൂസിഫർ എന്താണ്, ഹാമാനിലൂടെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന ജനത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിട്ടും നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ശരിക്കും വെളിപ്പാട് പുസ്തകത്തിൽ സാത്താൻ്റെ അധികാരത്തിനും ആരാധനയ്ക്കുമുള്ള അവൻ്റെ മോഹം, ഈ ലോകത്തെ
അതിൻ്റെ അന്തിമ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് 13-ാം അധ്യായം 3-4 വാക്യത്തിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ്, സർവ്വഭൂമിയും മാരകമായ മുറിവ് പുറത്തുപോയ മൃഗത്തെ കണ്ട് വിസ്മയിച്ചതായിട്ട് ശരിക്കും നമ്മൾ അവിടെ കാണുന്നുണ്ടല്ലേ. മൃഗമെന്ന അധികാരശക്തി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ അനുസരിക്കുന്ന ദൈവജനത്തെ നശിപ്പിക്കാനായിട്ട് തയ്യാറാകുന്നതായിട്ട് നമ്മൾ വെളിപ്പാടിൻ്റെ പ്രവചനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. ശരിക്കും ഇവിടെ മൊർദെഖായി ഹാമാനെ കുമ്പിടാതിരുന്നത് കൊണ്ട് മാത്രമാണ് മൊർദെഖായി മാത്രം നശിപ്പിക്കുന്നത് ഹാമാൻ ഒരു പുച്ഛമായി തോന്നിയെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഹാമാൻ എന്ത് ചെയ്തു, മൊർദെഖായി യഹൂദനാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ആ യഹൂദ ജനതകളെ മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് ആര് തീരുമാനിച്ചു, ഹാമാൻ തീരുമാനിച്ചു, അങ്ങനെ ആഗ്രഹിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ്, ഹാമാൻ്റെ ഇരിപ്പിടം എല്ലാവരുടെയും മേലായി, എല്ലാ രാജപുത്രന്മാരുടെ മേലായി രാജാവ് വെച്ചതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. ശരിക്കും വെളിപ്പാടിൻ്റെ പ്രവചനം 12-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ്, മഹാസർപ്പ സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 13-ന്റെ 5-ാം വാക്യത്തിലേക്കൊക്കെ പോകുമ്പോൾ അവനെ പിന്തുണയ്ക്കാതെ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരോടും യേശുവിൻ്റെ സാക്ഷിയുള്ളവരായ ശേഷിപ്പിനോട് യുദ്ധം ചെയ്യാനായിട്ട് സാത്താൻ ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് നമ്മൾ ശരിക്കും ഈ വാക്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ വെളിപ്പാടിൻ്റെ പ്രവചനം വായിക്കുമ്പോഴും എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഹാമാൻ്റെ ചരിത്രത്തെക്കുറിച്ച് വായിക്കുമ്പോഴും ഹാമാനും ദൈവജനത്തിനെതിരായാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സാത്താനും വെളിപ്പാട് പുസ്തകത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കെതിരായാണ്, ദൈവകൽപ്പന പ്രമാണിക്കുന്ന ശേഷിപ്പുള്ള യേശുവിലുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ വിശ്വാസം കാത്തുകൊള്ളുന്ന മനുഷ്യരോട്, അതായത് ശേഷിപ്പ് ജനതയോടാണ്, ദൈവജനത്തോടാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെ സാത്താൻ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ച് ദൈവത്തെ നമസ്കരിക്കുന്ന ജനത്തെ മുഴുവനായിട്ട് നശിപ്പിക്കണമെന്നൊരാഗ്രഹവും കൂടെ എന്താണ്, നശിപ്പിക്കുന്നതിന് വേണ്ടി ആര് പ്രവർത്തിക്കുന്നു, സാത്താൻ പ്രവർത്തിക്കുന്നു. അത് പല കാലഘട്ടങ്ങളിൽ പല വ്യക്തികളിലൂടെ പ്രവർത്തിച്ചതുപോലെ ഈ കാലഘട്ടം എസ്തേറിൻ്റെ ചരിത്രത്തിൽ ഹാമാനിലൂടെ സാത്താൻ അങ്ങനെ പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. അന്ത്യകാലത്ത് എന്താണ്, മൃഗമെന്ന അധികാര ശക്തിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ദൈവജനത്തിനെതിരായി യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സിസ്റ്റർ വൈറ്റ് എഴുതിയ സയൻസ് ഓഫ് ടൈംസ് എന്ന് പറയുന്ന ബുക്കിലേക്ക് നോക്കുമ്പോൾ പിശാച് ഈ ലോകത്തിന് അവകാശവാദം വച്ചു കഴിഞ്ഞു. എന്നാൽ ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവരുടെ സാന്നിധ്യം പരമാധികാരത്തിനുള്ള അവൻ്റെ അവകാശവാദം ഖണ്ഡിക്കുന്നു. ശരിക്കും ഭൂമി മുഴുവനായിട്ട് അവൻ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിലും ദൈവകൽപ്പന പ്രമാണിക്കുന്നവർ ഉള്ള കാലത്തോടെ എന്താണ്, അവൻ്റെ പരമാധികാരം അവന് ഭൂമിയിൽ നടത്താൻ കഴിയില്ല, അതിനവന് തടസ്സമുണ്ടാകുന്നു എന്നതാണ്. ശബദ് ക്രിസ്തീയ ഗോളം മുഴുവൻ വിവാദത്തിനുള്ള ഒരു പ്രത്യേക സന്ദർഭം ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ബഹുജനത്തിൻ്റെ ആവശ്യകതയോട് വഴങ്ങുവാൻ ഒരു ചെറിയ ന്യൂനപക്ഷം നിരസിക്കപ്പെടുമ്പോൾ അവൻ സാർവത്രികമായി വെറുക്കപ്പെട്ടവരായി മാറുന്നതായിട്ട് എഴുതപ്പെടുന്നുണ്ട്. ശരിക്കും എന്താണ്, ശബദ് എന്നത് ഒരു വലിയ സംസാര വിഷയമായി മാറി അത് ക്രിസ്തീയ ഗോളം മുഴുവനും, അല്ലെങ്കിൽ അത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് വരുന്ന അതൊരു വിവാദ സമയമായി തീരുമ്പോഴെന്താണ്, ചെറിയൊരു ന്യൂനപക്ഷം എന്താണ് ഇത് ശബദിനെ അനുസരിക്കുകയും അവർ ലോകത്തിൻ്റെ നിയമത്തെ നിരസിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് എന്താണ്, ഈ ന്യൂനപക്ഷം മുഴുവനായിട്ട് വെറുക്കപ്പെടുമെന്നും കാണുന്നുണ്ട്. അപ്പോഴാണ് ഈ മൃഗത്തിൻ്റെ അധികാരശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഈ അധികാരികൾ ദൈവജനത്തെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഹാമാനിൽ കൂടെ പ്രവർത്തിച്ചത് സാത്താനാണ്. ഈ സാത്താൻ തന്നെയാണ് അന്ത്യകാലത്ത് ദൈവജനത്തിനെതിരെ അവരുടെ അധികാരശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ എസ്തറിൻ്റെ ചരിത്രത്തിലേക്ക് വായിക്കുമ്പോഴും നമ്മൾ അന്ത്യകാലത്തിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണ് എസ്തറിൻ്റെ ചരിത്രത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഹാമാൻ്റെ ആ പ്രവൃത്തിയിലൂടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എസ്തർ എങ്ങനെയാണ് അത് പ്രതിരോധിച്ചത്, അതുപോലെ ദൈവജനവും അത് പ്രതിരോധിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതിൽ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ വലിയ പരീക്ഷ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് ബുധനാഴ്ചത്തെ പാഠത്തിലെ ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആ പരമാധികാരത്തെ ചൂണ്ടിക്കാണിക്കുന്ന വിശുദ്ധ ശബദം എന്ന് പറയുന്നത് അനുഷ്ഠിക്കേണ്ടത് ഒരു പ്രശ്നം കടന്നു വരുമ്പോഴല്ല, അതൊരു ആഗോള പ്രശ്നമായി മാറിക്കഴിയുമ്പോൾ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ എന്താണ് ശബദനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക എന്ന് പറയുന്ന കൽപ്പന അനുസരിക്കേണ്ടതുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ പലപ്പോഴും എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരു വ്യക്തി മരിച്ചു പോയെന്ന് പറഞ്ഞ് ശബദം ഓർക്കാതെ പള്ളി വരാതിരിക്കുന്നവരുണ്ട്, അല്ലേ? ശബദം ആചരിക്കാതിരിക്കുന്നവരുണ്ട്. വിവാഹത്തിന് പോകണം, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകണം, പരീക്ഷ എഴുതണം, ജോലി വേണം, വിവാഹം വേണം, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ശബദിനെ ഓർക്കാമെന്നുള്ള പറയുമ്പോൾ മറന്ന് ജീവിതത്തിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഇതൊരു ആഗോള പ്രശ്നമായി മാറിക്കഴിയുമ്പോൾ മാത്രം ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ വലിയ പരീക്ഷ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ചെറിയ പരീക്ഷണ ഘട്ടങ്ങൾ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു ആഗോള പ്രശ്നമായി മാറിക്കഴിയുമ്പോൾ മാത്രം ഓൾ ഓഫ് എ സഡൻ എന്താണ് അറ്റ് വൺസ് നമുക്കെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ പോകാൻ കഴിയുമെന്ന് ആണ് പലരും ചിന്തിക്കുന്നത്. അത് ഒരു തെറ്റായ ചിന്താഗതിയും തോന്നലും മാത്രമാണ്. നമ്മൾ എന്താണ് എക്സ്പീരിയൻസ് മേക്സ് ദ പേഴ്സൺ പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ കഷ്ടതയും കംഫോർട്ടില്ലാത്ത അവസ്ഥയും പ്രയാസങ്ങളിലും ഒക്കെ നമ്മൾ ഇപ്പോഴേ ഒരു എക്സ്പീരിയൻസിലൂടെ പോയാൽ എന്താണ് ഇത് ശരിക്കും ഒരു ആഗോള പ്രശ്നമായി മാറിക്കഴിയുമ്പോൾ, അപ്പോൾ ശബദം ഒരു വലിയൊരു ടോപ്പിക്കായി വന്നു കഴിയുമ്പോൾ ദൈവജനത്തിന് വേണ്ടി അതൊരു ഉപദ്രവകാലമായി മാറിക്കഴിയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇല്ലാതെ ഇപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ കംഫോർട്ട് സോണും വേണമെന്ന് കരുതി മുന്നോട്ട് പോവുകയും ഇതൊരു പ്രശ്നമാകുമ്പോൾ മാത്രം പ്രവർത്തിക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന എന്താണ് ശരിക്കും എന്താണ് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മെ പിന്തുണച്ചെന്ന് വരികയില്ല. അപ്പോൾ എന്താണ് നമുക്ക് എന്താണ് അത് വിട്ടുവീഴ്ച, അവിടെയും ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തതുപോലെ വലിയ പ്രശ്നത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകുമെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ ഈ ഒരു കൽപ്പന അല്ലെങ്കിൽ എന്താണ് ദൈവത്തോടൊപ്പം നിൽക്കേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ട് എസ്തറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13-14 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, മൊർദെഖായി എസ്തറിനോട് മറുപടി പറയാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം എന്നാണ് മൊർദെഖായി എസ്തറിനോട് അറിയിച്ചത്. ഇത് കേട്ട എസ്തർ റാണി എന്ത് ചെയ്തു? മൊർദെഖായിയുടെ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. എല്ലാ യഹൂദരെയും എന്ത് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്? 3 രാവും 3 പകലും ആഹാരവും വെള്ളവും കൂടെ കുടിക്കാതെ ഉപവാസം കഴിക്കേണ്ടതിന് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ എസ്തറും തോഴിമാരും അതുപോലെ ചെയ്തു കൊള്ളാമെന്നും പറയുന്നുണ്ട്. അതുപ്രകാരം എല്ലാവരും മൊർദെഖായി അറിയിക്കുകയും എല്ലാവരും അങ്ങനെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ക്രമപ്രകാരം അല്ലെങ്കിലും എസ്തർ എന്ത് ചെയ്യുന്നുണ്ട്? 3-ാം ദിവസം അഹശ്വേരോഷ് രാജാവിൻ്റെ മുമ്പിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ എസ്തർ 5:1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് രാജാവ് എസ്തർ പ്രകാരത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്താണ് രാജാവിന് അവളോട് കൃപ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ആരായിരിക്കും അവിടെ പ്രവർത്തിച്ചിരിക്കുക? ഈ കഥ അങ്ങനെ, ഈ ചരിത്രം അങ്ങനെ വായിച്ചാൽ നമുക്കറിയാം ശരിക്കും ആ രാജാവിൻ്റെ മനസ്സിൽ ദൈവം പ്രവർത്തിച്ചിട്ടാണ്. ക്രമപ്രകാരം അല്ലെങ്കിൽ എസ്തർ അവിടെ നിൽക്കുമ്പോൾ എസ്തറിനോട് കൃപ തോന്നുകയും അതെന്താണ് എസ്തർ അങ്ങനെ എന്താണ് തുടർന്ന് അകത്ത് പ്രവേശിക്കുന്നതായിട്ടും ചെങ്കോലിൻ്റെ അഗ്രത്തിൽ തൊടുന്നതായിട്ടും രാജ്യത്തിൻ്റെ പകുതിയോളം വേണമെങ്കിലും തരാമെന്നാണ് എസ്തർ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ രാജാവ് എസ്തറിനോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നതല്ലേ. ശരിക്കും ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നൊരു ഉദാഹരണമാണ് അവരുടെ പ്രാർത്ഥന ദൈവസ്വർഗത്തിൽ കേട്ടുകൊണ്ട് എങ്ങനെ രാജാവിനോട് പ്രവർത്തിച്ചു എന്ന് ഈ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമാണല്ലേ. ശരിക്കും അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? എസ്തർ വിളിച്ച വിരുന്നിലേക്ക് 3 ദിവസവും രാജാവും ഹാമാനും വരുന്നുണ്ട്. ആദ്യത്തെ ദിവസവും ചോദിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഈ രാജാവ് തന്നെ ചോദിക്കുന്നുണ്ട്, എസ്തർ രാജ്ഞി നിനക്ക് എന്താണ് ആവശ്യം? രാജ്യത്തിൻ്റെ പൗതിയോളം വേണമെങ്കിലും തരാമെന്ന് രാജാവ്
എസ്തറിനോട് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അത്രയും മനസ്സലിവോട് കൂടെ ആരോട് പെരുമാറുന്നുണ്ട്? എസ്തറിനോട് രാജാവ് പെരുമാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു ആ ചരിത്രത്തിൽ? അത് മുഖാന്തരം എസ്തറിന് ശരിക്കും ആരെ രക്ഷിക്കാൻ കഴിയുന്നുണ്ട്? തൻ്റെ ജനത്തെ മുഴുവനും രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ വിടുതലിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ആധാർ മാസം 14-ഉം 15-ഉം തീയതികൾ പൂരീം ഉത്സവം കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ എന്നാണോ അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ച ദിവസം അന്ന് ആര് വിടുവിക്കുന്നുണ്ട്? ശരിക്കും എസ്തർ എസ്തറിൻ്റെ ഈ പാർട്ടിയിൽ ഈ ഒരു വിരുന്നിലൂടെ രാജാവ് ഹാമാനോട് ദേഷ്യപ്പെടുന്നതായിട്ടും ഹാമാൻ്റെ പുത്രന്മാരെയൊക്കെ കഴുകലേറ്റുന്നതായിട്ട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ എസ്തറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലേ. ശരിക്കും അങ്ങനെയാണ് ആ വിടുതലിൻ്റെ ഇതായിട്ട് പൂരീം ഉത്സവം ആഘോഷിക്കുന്നതായിട്ട് കാണാം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ആധാർ മാസം 14-ഉം 15-ഉം തീയതി പൂരീം ഉത്സവം കൊണ്ടാടുന്നതായിട്ട് ഒരു രേഖ ആര് ഉണ്ടാക്കി? മൊർദെഖായും എസ്തറും ചേർന്ന് എഴുതി ഉണ്ടാക്കിയതായിട്ടും നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ സംഭവത്തെ ആസ്പദമാക്കി, എസ്തറിൻ്റെ അവിടെ നടന്ന ആ സംഭവത്തെ ആസ്പദമാക്കി ഭൂമിയുടെ ചരിത്രത്തിലെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ സ്ഥിതിയെ പറ്റിയുള്ള പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാമെന്നാണ്. നമ്മൾ ഈ അവസാന കാലത്തെ അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓർക്കണം. ശരിക്കും ഭൂമിയുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക നിമിഷത്തിന് വേണ്ടിയാണ് ദൈവം ശേഷിപ്പ് സഭയെ തന്നെ കൊണ്ടുവന്നതെന്ന് നമ്മൾ ഉയർത്തിയതെന്ന് നമ്മൾ ഓർക്കണം. അന്ധകാര യുഗത്തിൽ 1200 വർഷത്തെ പീഡനത്തിന് ശേഷം ശേഷിപ്പ് സഭ മറനീക്കി പുറത്തു വരികയും ദൈവകൽപ്പനയുടെ പ്രാതിനിധ്യം ഒന്നുകൂടെ വരികയും ചെയ്തു അല്ലേ. അങ്ങനെ അന്ന് വരെ മറയപ്പെട്ടിരുന്ന വേദപുസ്തക സത്യങ്ങൾ തുറക്കപ്പെടുകയും അങ്ങനെ 3-ാം ദൂതൻ്റെ ദൂത് പ്രഘോഷിക്കപ്പെടുകയും 3 ദൂതന്മാരുടെയും ദൂത് പ്രഘോഷിക്കപ്പെടുകയും അങ്ങനെ ദൈവത്തെ ആരാധിക്കണം, നമസ്കരിക്കണം, ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കണമെന്ന് ഒരിക്കൽ കൂടെ വിളിച്ചറിയിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എസ്തറിൻ്റെ പുസ്തകത്തിൽ കണ്ടതുപോലെ ദൈവജനത്തിനോട് രാജാവിന് എസ്തറിനോട് അനുകമ്പ തോന്നിയതുപോലെ ദൈവത്തിനും അനുകമ്പ തോന്നുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയാൽ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ ദൈവജനം അങ്ങനെ ഒരു അന്ത്യകാലത്ത് സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിക്കുമ്പോഴും ശരിക്കും ദൈവജനത്തെ ദൈവം സംരക്ഷിക്കുന്നതായിട്ടും എസ്തറിൻ്റെ ജനത്തിനും ഒന്നും സംഭവിക്കാതിരുന്നതുപോലെ ദൈവജനത്തിനും യാതൊന്നും സംഭവിക്കാതെ ദൈവം അന്ത്യകാലത്തിൻ്റെ പ്രതിസന്ധി നിന്ന് വിടുവിക്കുമെന്നും ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. ശരിക്കും ഇവിടുത്തെ പ്രശ്നം ദൈവം വിശ്രമിക്കാൻ തന്ന 7-ാം ദിവസത്തിൽ ആരാധിക്കണമോ അല്ലെങ്കിൽ മാറ്റി എഴുതപ്പെട്ട 1-ാം ദിവസത്തിൽ ആരാധിക്കണമോ എന്നതാണ് ശരിക്കും ഇവിടുത്തെ ഒരു പ്രശ്നമായി വരുന്നത്. ഇത് ആരാധനയാണ് യഥാർത്ഥത്തിൽ വിഷയമായി വരുന്നത്. ഇതാണ് അന്ത്യകാലത്ത് ദൈവജനം നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി കൂടെ ആരാധനയാണ് നമ്മൾ മനസ്സിലാകുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് വിടുതൽ കിട്ടുന്ന ജനം എന്ത് സംഭവിച്ചു? 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട് ആണ്ടുതോറും പൂരീം ഉത്സവം ആചരിച്ചതായിട്ട് കാണുന്നുണ്ടല്ലേ. ശരിക്കും ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിന്ന്, അന്ത്യകാലത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് വിടുതൽ കിട്ടുന്ന ജനം പുതിയ ഭൂമിയിൽ അമാവാസി തോറും ശബത് തോറും ദൈവസന്നിധിയിൽ നമസ്കരിക്കാൻ പോകുമെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. ശരിക്കും അന്ന് അവർ ആഘോഷിച്ചതുപോലെ ഒരു വിടുതൽ ദൈവജനത്തിലുണ്ടാകുകയും പിന്നെ എല്ലാ ശബത് തോറും അമാവാസി തോറും ദൈവസന്നിധിയിൽ സകലവരും നമസ്കരിക്കാൻ പോകുന്നതായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ശരിക്കും അന്ത്യകാല പ്രതിസന്ധി മുൻകൂട്ടി പഠിക്കുന്ന നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശയോടുകൂടി ജീവിക്കേണ്ടതാണ്. ഈ എസ്തറിൻ്റെ കഥയിലൂടെയും അതുപോലെ രൂത്തിൻ്റെ കഥയിലൂടെയും എങ്ങനെയാണ് ദൈവജനത്തോട് ബോവാസ് അനുകമ്പ രൂത്തിനോട് കാണിച്ച് അവിടെ ജീവിതം തന്നെ മാറ്റിമറിയപ്പെട്ടതുപോലെ അതുപോലെ ഇവിടെ എസ്തറിന് അശ്ശൂരസ് രാജാവ് എസ്തറിനോട് അനുകമ്പ കാണിച്ച് ജനത്തെ മുഴുവനും ദൈവജനത്തെ മുഴുവനും രക്ഷിക്കാൻ കഴിയുന്നതുപോലെ അന്ത്യകാലത്ത് ദൈവം ചെയ്യുന്നുണ്ട്? ദൈവജനത്തോട് അനുകമ്പ കാണിക്കുകയും ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് മൃഗത്തിൻ്റെ സർവ്വഭൂമിയിൽ വിസ്മയിക്കുന്ന മൃഗത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കൊണ്ട് ദൈവജനത്തെ രക്ഷിക്കുമെന്നും നമ്മൾ ഈ കഥയിലൂടെ അല്ലെങ്കിൽ ഈ ജീവചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് വെള്ളിയാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ വെള്ളിയാഴ്ച ഭാഗം എടുത്തിരിക്കുന്നത് പാട്രിയാർക്സ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് പറയുന്ന സിസ്റ്റർ വൈറ്റിൻ്റെ ബുക്കിൽ ദ ഫസ്റ്റ് കിങ്സ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്നാണ്.
ഈ അധ്യായത്തിൻ്റെ പാരഗ്രാഫ് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെയുണ്ട്, നമുക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ജനകീയമായ രീതികളും പാരമ്പര്യങ്ങളും അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ന്യൂനപക്ഷത്തിനെതിരായി സാത്താൻ ധാർമ്മിക രോഷം അന്ത്യകാലത്ത് ഉണർത്തുമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. സ്ഥാനങ്ങളിരിക്കുകയും പ്രശസ്തി ആർജിച്ചവരുമായ ആൾക്കാർ ദൈവജനത്തിനായി ഉപദേശം തേടാൻ നീതിയില്ലാത്തവരും അധർമ്മന്മാരുമാരോട് ചേരുകയും ആരോഗ്യം, ഉത്കൃഷ്ട ബുദ്ധി, വിദ്യാഭ്യാസം ഇവയെല്ലാം അവരെ ആദരവില്ലായ്മ കൊണ്ട് മൂടുവാൻ കൂടിച്ചേരും എന്ന് കാണുന്നുണ്ട്. അതുപോലെ പീഡിപ്പിക്കുന്ന ഭരണാധികാരികളും ശുശ്രൂഷകന്മാരും സഭാവിശ്വാസികളും അവർക്കെതിരായി ഗൂഢാലോചന നടത്തുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താണ്, ന്യൂനപക്ഷമായ ദൈവജനത്തിനെതിരെ തന്നെ ഒരു വലിയ പ്രതിസന്ധി എന്ത് ചെയ്യുന്നുണ്ട്, ദൈവത്തിന് അനുസരിക്കാത്ത ജനം ക്രിയേറ്റ് ചെയ്യുന്നുവെന്ന് ഈ വാക്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ എഴുത്തുകളിലൂടെ നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ടല്ലേ. നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തെ വിഷമകരമായ സമയങ്ങളിൽ കൂടെ കടത്തിവിടുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടത്തി വിടുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ സർവശക്തനായ ദൈവത്തിന് എല്ലാം സാധിക്കുമെന്ന് നമുക്ക് നേരത്തെ കൂട്ടി അറിയാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ ദൈവത്തിൻ്റെ ജനത്തെ കടത്തി വിടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും നമ്മളിത് ഇയ്യോബിൻ്റെ കഥയിലേക്ക് പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് അല്ലേ. ഇയ്യോബിന് നമ്മൾ പഠിച്ചതുപോലെ നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം വീണ്ടെടുപ്പുകാരനായിരിക്കുമ്പോഴും അവകാശവാദം ഉന്നയിക്കാൻ വേറൊരു വ്യക്തി ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതാരാണ്? സാത്താൻ. ഇയ്യോബിന് എന്ത് ചെയ്തിരുന്നു? ഇയ്യോബിൻ്റെ സ്റ്റോറിയിൽ നമ്മൾ വാക്യം പറയാം, നീ അവനെ അധികമായി അനുഗ്രഹിച്ച് അവൻ്റെ എല്ലാത്തിനും ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്, നീ അവനെ സംരക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇയ്യോബ് നിന്നെ ആരാധിക്കുന്നത് എന്നാണ്. അതെല്ലാം ഒന്ന് തൊടുക, ജീവനം അങ്ങനെ എന്ത് ചെയ്തു? ജീവനം ഒഴിച്ച് ബാക്കി എല്ലാം തൊടാനുള്ള ഒരു അവകാശവും ആർക്കും നൽകി? ദൈവം ഈ സാത്താൻ നൽകുന്നുണ്ട്. അങ്ങനെ സാത്താൻ എന്ത് ചെയ്യുന്നു? ഇയ്യോബിനോട് അതേപടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പരീക്ഷണത്തിൽ ആര് ജയിച്ചു? ഇയ്യോബ് ജയിക്കുകയും സാത്താൻ്റെ അവകാശവാദം തെറ്റാണെന്ന് പറയുകയും തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയും അങ്ങനെ ഇയ്യോബിനെ വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട എന്താണ്? സാത്താൻ്റെ അപവാദത്തിൽ നിന്ന് നമ്മളെ മുക്തരാക്കാനാണ്. അപ്പോൾ ദൈവം വീണ്ടെടുക്കാൻ വരുമ്പോൾ നമുക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുമ്പോൾ അങ്ങനെ അല്ല, ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിലൂടെയും അവരെന്നെ തന്നെയാണ് ആരാധിച്ചത്, അവരെന്നെ തന്നെയാണ് നമസ്കരിച്ചത്, അവരെനിക്ക് വേണ്ടി സർവ്വനഷ്ടമായി ലോകരിലുള്ള പോലെ കംഫോർട്ട് സോണിൽ അവർ ജീവിച്ചില്ല എന്ന് എന്താണ് സാത്താന് ദൈവം തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. സാത്താന് മാത്രമല്ല അവൻ്റെ ദൂതന്മാർക്കും ഈ ഭൂമിയിലെ അന്ത്യകാല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റെല്ലാ ഗോളങ്ങളിലെ ജീവികൾക്കും എല്ലാവർക്കും സാക്ഷ്യത്തിന് എല്ലാവരുടെ മുമ്പിൽ നമ്മളെന്താണ് ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല, നമ്മൾ വോളണ്ടറിയായി ചെയ്യുന്നതാണെന്ന് ദൈവം തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയാണ് യഥാർത്ഥം തൻ്റെ ജനത്തെ വിഷമകരമായ സമയങ്ങളിൽ കൂടെ കടത്തി വിടുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ നമുക്കെല്ലാവർക്കും ഈ ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ ചർച്ച ചെയ്ത് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താവുന്നതാണ്. ശരിക്കും നമ്മൾ ഈ ആഴ്ചത്തെ ഭാഗത്തിൽ പഠിച്ചത് എന്താണ്? രൂത്തിനെയും എസ്തേറിനെയും അവരുടെ ജീവചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ അന്ത്യകാലത്തെ സംഭവങ്ങളുമായി എങ്ങനെ യോജിപ്പിച്ച് കാണുന്നു അല്ലെങ്കിൽ കാണുന്ന സമാനതകൾ എന്താണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് അന്ത്യകാലത്തിൽ. അപ്പം അന്ത്യകാലത്തിലും നടക്കുന്ന എന്താണ്? രൂത്തിനെ വിടുവിച്ചതുപോലെ, രൂത്തിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ രൂത്തിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പ് വളരെ അനുഗ്രഹമായി മാറി. ദാവീദിൻ്റെ അപ്പൻ അതായത് ഒബേദിനെ തന്നെ ജനിപ്പിക്കുന്ന ബോസിന് യൂത്തിന് ജനിച്ചു അല്ലേ. അങ്ങനെ വളരെ ഒരു അനുഗ്രഹം ആർക്കുണ്ടായി? രൂത്തിനുണ്ടായി. എസ്തറിൻ്റെ കാര്യത്തിൽ ഓർക്കുകയാണെങ്കിൽ ദൈവജനത്തെ മുഴുവനും നശിപ്പിക്കാൻ സാത്താൻ ഹാമാനിലൂടെ പ്രവർത്തിച്ചപ്പോൾ ദൈവജനത്തെ രക്ഷിക്കാനായിട്ട് എസ്തറും എന്ത് ചെയ്തു? തയ്യാറായി എന്ന് കാണുന്നു. അങ്ങനെ ദൈവം എസ്തറിലൂടെ പ്രവർത്തിച്ചതായിട്ടും കാണുന്നുണ്ട്. അപ്പം അന്ത്യകാലത്ത് നമ്മൾ നോക്കുമ്പോഴും ദൈവത്തെ തിരഞ്ഞെടുത്ത് ദൈവത്തോട് കൂടുതൽ പുലർത്തുന്നവരെ സാത്താൻ എത്ര അപവാദം ചുമത്തിയാലും ദൈവം വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തിരിക്കാൻ അപവാദത്തിൽ നിന്ന് മുക്തരാക്കുകയും നിത്യരക്ഷയിലേക്ക് കൊണ്ട് ചേർക്കപ്പെടുകയും ചെയ്യുമെന്ന് നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കിയുണ്ടായി. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
നമുക്ക് ഈ പാഠപഠനത്തിൻ്റെ അവസാനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും വളരെ മനോഹരമായൊരു പാഠം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളിത് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദൈവം എത്രയും മനസ്സലിവും ഉള്ളവനാണെന്നും കാരുണ്യവാനാണെന്നും കൃപ തോന്നുന്നവനാണെന്നുമൊക്കെ നമുക്ക് ഈ കഥകളിലൂടെ ഈ ജീവചരിത്രങ്ങളിലൂടെ മനസ്സിലായി. ദൈവമേ, രൂത്തിനെ എസ്തറിനെയൊക്കെ അനുഗ്രഹിച്ചതുപോലെ ദൈവജനത്തെ എല്ലാം രക്ഷിച്ചതുപോലെ തന്നെ കർത്താവേ, ഞങ്ങളും അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിൽ ജീവിക്കുമ്പോൾ പ്രതിസന്ധികളൊക്കെ മറികടന്ന് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും സകല പരീക്ഷണങ്ങളും വിജയിക്കേണ്ടതിന് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് താഴ്മയോടെ ഇരിക്കേണ്ടതിന് ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ഒരുക്കുകയും നയിക്കുകയും ചെയ്യുമാറാകണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.